പ്രേമലു സിനിമയിൽ കണ്ട വണ്ടി 0-40 വരുമ്പോഴത്തേക്കും 3.7 സെക്കൻഡ്സിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. റിവർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ല എന്ന് തന്നെ അറിയാം. പ്രേമലു സിനിമയിൽ കണ്ട വണ്ടി, അതാണ് ഈ വണ്ടി ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു പാറ്റേൺ. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു സ്പെഷ്യൽ പ്രോഡക്റ്റ്. സാധാരണ നമ്മൾ EVയിൽ സ്കൂട്ടേഴ്സൊക്കെ കാണുമ്പോൾ കൂടുതലും നമുക്ക് ഒരേ സെയിം പാറ്റേൺ ആണ്. അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ കണ്ട ഒരേ ഒരു പ്രോഡക്റ്റാണ് ഈ റിവറിൻ്റെ ഇൻഡി എന്ന് പറഞ്ഞ ബ്രാൻഡ്. ഇൻഡി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ബൈക്ക് എന്നുള്ള രീതിയിൽ, ഇൻഡിപെൻഡൻറ്റ് സ്കൂട്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ റീസൺ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. കോമൺലി കണ്ടുവരുന്ന ഡിസൈൻ സ്ട്രക്ചർ മാറ്റി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സ്ട്രക്ചർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അത് ഇത്രത്തോളം ഒരു അഗ്രസീവായിട്ടുള്ള ഒരു വണ്ടി പുറത്തിറക്കി. SUV എന്നാണ് ഇതിന് പറയുന്നത്. SUV എന്ന് വെച്ചാൽ നമ്മൾ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നല്ല, സ്പേസ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് തന്നെയാണ് ഇതിനെ അവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റീസൺസ് പറഞ്ഞുതരാം. ഒന്ന്, ഇതിന് അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതുപോലെ ഫ്രണ്ടിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 12 ലിറ്ററാണ്. ബാക്കി സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ അടിയിലാണ്. ഏകദേശം 55 ലിറ്ററോളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു സ്കൂട്ടറിനകത്തുണ്ട്. അപ്പം നമുക്ക് ഏത് പർപ്പസിനായാലും നമുക്ക് ഹ്യൂജ് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇതിനകത്ത് അത്യാവശ്യം ആക്സസറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ആക്സസറീസ് വരുന്നത് ഇത് ആക്സസറിയാണ്, അതുപോലെ ഇത് ആക്സസറിയാണ്. അങ്ങനെ കുറേ ആക്സസറീസ് എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ ഒരു ഡിഫറൻ്റ് ആയിട്ട് കണ്ട കാര്യം ഇവിടെ ഫ്രണ്ടിലൊരു ഫുഡ് റെസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു ലെഗ് റെസ്റ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതുപോലെ വീല് 14 ഇഞ്ച് അലോയിയാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അതായത് 240 mm ആണ് ഫ്രണ്ടിൽ വരുന്ന ഡിസ്ക്. ബാക്കിൽ വരുമ്പോഴത്തേക്ക് 200 mm ആണ് വരുന്നത്. നമുക്ക് സാധാരണ ബൈക്കിലൊക്കെ വരുന്നത് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ബ്രേക്കിംഗ് കൺട്രോൾസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എലമെൻറ്റ് തന്നെയാണ്. അതുപോലെ അത്യാവശ്യം നല്ല വീൽ ബേസ് വെഹിക്കിളിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്യുവൽ സസ്പെൻഷനാണ്, ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ കാര്യത്തിൽ വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ കുറച്ച് ഇതിനകത്ത് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത വണ്ടിയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ് വണ്ടി. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ് ഫ്രണ്ടിൽ കൊടുത്തത്. അതുപോലെ ഇൻഡിക്കേറ്റർ രസമുണ്ട്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ്. അതിനകത്തുള്ള DRL വളരെ അട്രാക്റ്റീവ് തന്നെയാണ്. റിവർ ബ്രാഡ്ജിങ് ഇതൊക്കെ ആക്സസറീസ് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലെ ടയർ അത്യാവശ്യം വരുമ്പോൾ 14 ഇഞ്ചാണ് വീൽ സൈസ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഹാൻഡിൽ രസകരമായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് മോഡ് ബട്ടണുണ്ട്, വണ്ടിയുടെ ഇഗ്നീഷൻ ഓണ്, പാർക്കിലേക്ക് മാറ്റുന്നത്, അതുപോലെ ലൈറ്റ് കൺട്രോൾസ്, ഇൻഡിക്കേറ്റർ, ഹോൺ കേൾക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും റേഞ്ച് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഈ മോഡ് ഏതാണ്, ചാർജ് എത്ര % ഉണ്ട്, ട്രിപ്പ് 1, ബേസിക് കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫോൺ വെക്കാനുള്ള ഒരു കേസ് വരുന്നുണ്ട്. ഫോൺ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു ചാർജിങ് പോർട്ടുണ്ട്, അതുവഴി ചാർജ് ചെയ്യാം. സ്റ്റോറേജ് സ്പേസ് ഇതിനകത്തുണ്ട്, കാണിച്ചു തരാം. കണ്ടല്ലോ, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ഓർഗനൈസർ വേണമെങ്കിൽ ഒരു ഓർഗനൈസർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ്, അലോയ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാൻഡിൽ അത്യാവശ്യം വിടുത്തും കാര്യങ്ങളുണ്ട്. മിറർ നല്ലൊരു പ്രീമിയം ഫീലുള്ള മിററും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ്. അതുപോലെ പെയിൻറ്റ് ഫിനിഷും ക്വാളിറ്റിയൊക്കെ വളരെ രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പെയിൻ ബ്ലാക്കിൻ്റെ എലമെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിയിൽ ത്രൂ ഔട്ട് ഉണ്ട്. റിവർ ബാഡ്ജിങ് പോലും നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമായിട്ടാണ് ബാഡ്ജ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പം കുറച്ച് നമ്മൾ നോർമലി നമ്മുടെ സ്കൂട്ടേഴ്സിലൊന്നും കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഹാൻഡിൽ, അതിൽ ഫ്രണ്ടിൽ ഫുഡ് റെസ്റ്റ്, ബാക്കിലെ ഫുഡ് റെസ്റ്റിൻ്റെ പാറ്റേണൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബിൽഡ് ടു ഈ ഒരു പ്രോഡക്റ്റ് അത് കുറച്ച് നല്ല രസകരമായി തന്നെ. അതുപോലെ ഇതിൻ്റെ ചെയ്സ് പോലും നോർമലി കാണുന്ന കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ബാക്കിലേക്ക് വരുമ്പോഴും ആ ലുക്ക് വൈസ് വളരെ അട്രാക്റ്റീവാണ്. ആ ഒരു ടെയിൽ ലാമ്പ് ഒരു 3 സ്ലാറ്റ്സ് ആണ്, പക്ഷേ സിംഗിൾ സ്ലോട്ടിൽ 3 സ്ലാറ്റ്സ് ആയിട്ട് കൊടുത്തിട്ട് ബാഡ്ജിങ്, ഇതുപോലെ ഇൻഡിക്കേറ്റർ, റിഫ്ലക്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കിൽ കാണാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് കണ്ടോ. ഏകദേശം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. 3 ലിറ്ററാണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഉള്ളത്. ചാർജ് ചെയ്യുന്ന കേബിളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ലൈറ്റ് കാര്യങ്ങളുണ്ട്. സീറ്റ് രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട് എന്നുള്ളത് മറ്റൊരു അട്രാക്ഷനാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഈ ആക്സസറീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടും. നമുക്ക് കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പോകാം. ഇവിടെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാല് വെക്കാനായിട്ടാണ് ഈ ഒരു ഫുഡ് റെസ്റ്റ്. പിന്നെ മീറ്റ് വെക്കാനായിട്ട് ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്ത് വെക്കാനും പറ്റും. എൻ്റെ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിനകത്ത് വരുന്ന ബാറ്ററി പാക്ക്, മോട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. 4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. ഒരു 750 വാട്ട്സ്. 0 to 80 ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 hours ആണ്. അതുപോലെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് ഈ ഒരു വെഹിക്കിളിനകത്ത്. ഇനി ഇതിൻ്റെ 0 to 40 വരുമ്പോഴത്തേക്കും 3.7 സെക്കൻഡ്സിൽ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. 26 Nm ആണ് വാഹനത്തിൻ്റെ ഓവറോൾ ടോർക്ക് വരുന്നത്. 4.5 കിലോവാട്ട് ആണ് പവർ കൺസപ്ഷൻ. 6.7 ആണ് പീക്ക് പവർ വരുന്നത്. ഗ്രേഡബിലിറ്റി 18 ഡിഗ്രി, ചില കയറ്റം കയറാനുള്ള ഒരു ക്ഷമതയുടെ കാര്യമാണ് ഗ്രേഡബിലിറ്റി ആയിട്ട് പറയുന്നത്. അത് നമുക്ക് 18 ഡിഗ്രിയാണ്.
ടോട്ടൽ വെയിറ്റ് ഏകദേശം 141 കിലോയാണ് വാഹനത്തിന് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്പ്ലേക്ക് വരുമ്പോൾ നമുക്ക് 5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ സ്ക്രീൻ. അതുപോലെ കളർ ഓപ്ഷൻ ഒരുപാട്, ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ, റെഡ്, ഇതാണ് നമ്മൾ ആ സിനിമയിലൊക്കെ കണ്ട കളർ. പിന്നെ ഇതൊക്കെ ആക്സസറീസ് ആയിട്ട് വരുന്ന കുറേയധികം പ്രോഡക്റ്റ്സുകളാണ്. കണ്ടല്ലോ, ഇത് ആക്സസറീസ് ആണ്, ഇത് ആക്സസറിയാണ്. ഹെൽമെറ്റ്, അതുപോലെ ഇത് സ്റ്റോറേജ്, ഗ്ലൗ ബോക്സിനകത്തുള്ള ആ ഒരു ഓർഗനൈസറാണ്. സീറ്റ് മറ്റൊരു ഓപ്ഷൻ, ഫ്ലോർ മാറ്റ്സ് പല ഓപ്ഷൻ ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന കുറേ ആക്സസറീസ് ഫിറ്റ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ റിവർ ഇന്ത്യയുടെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷം തൊട്ട് 1.75 വരെ. 1.75 എന്ന് പറയുന്നത് ഏകദേശം ആക്സസറി ഫിറ്റ്മെൻറ്റ് ഉൾപ്പെടെ നമ്മുടെ കേരള പ്രൈസാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ് അനുസരിച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞതൊരു ആവറേജ് പ്രൈസാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ മെയിൽ ഐഡി കൊടുക്കാം. അതിനകത്ത് വിളിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാനും അതുപോലെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ വണ്ടി അടിപൊളിയാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.